ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലൈഫ് ഡയറീസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ എന്നത്തെയും മാതിരി നമ്മൾ ഇന്നും മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സദ്യയിലൊക്കെ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന നല്ല അടിപൊളി സാമ്പാറാണ്. നല്ല നാടൻ ശൈലിയിൽ നമുക്ക് സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബാ ഗൈസ്, നമ്മുടെ ആദ്യത്തെ പരിപാടി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങ വറക്കലാണ്. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തേങ്ങ വറക്കുന്നതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് മല്ലി, അതുപോലെ തന്നെ ചുവന്ന മുളക്, കരിവേപ്പില, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ നമ്മുടെ തേങ്ങ വറുത്തെടുക്കുന്നത്. ഈ തേങ്ങ വറുത്തതിന് ശേഷം ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് സാമ്പാറിലേക്ക് വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ തേങ്ങ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നമ്മൾ ഇതിൽ ഉലുവ കൂടെ ചേർത്തിട്ടുണ്ട്. ഉലുവ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഉലുവ കൂടി ചേർത്തിട്ടാണ് നമ്മൾ വറക്കുന്നത്. ഇനി ഇതൊന്ന് വറുത്ത് സെറ്റ് ആയതിനു ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഗൈസ്, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സാമ്പാറിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. നമ്മൾ ആദ്യം തന്നെ അവിടെ പരിപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നേരത്തെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സാമ്പാർ പൊടി, കുറച്ച് മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ ചുവന്ന മുളക്, പിന്നെ ഈ കാണുന്നത് കായാണ്, കുറച്ച് കായം, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. പിന്നെ ഈ കാണുന്നത് നമ്മൾ നേരത്തെ തേങ്ങ വറുത്തതുണ്ടല്ലോ, അതൊന്ന് നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമുക്ക് കുറച്ച് പുളി വേണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കടുക് വേണം. ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ചെറിയുള്ളി വേണം. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ നമുക്ക് വേണ്ടത് സാമ്പാറിലേക്കുള്ള ആവശ്യത്തിനുള്ള കഷ്ണങ്ങളാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 3 ഉരുളക്കിഴങ്ങും, പിന്നെ തക്കാളി ചെറുതായതുകൊണ്ട് 6 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം വാഴക്ക, ഒരു ചെറിയ കഷ്ണം കയ്പ, അതുപോലെ തന്നെ നമ്മുടെ ഒരു വഴുതിന എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടക്ക, ഒരു 4-5 വെണ്ടക്ക, ഒരു മുരിങ്ങക്കായ, അതുപോലെ തന്നെ നമ്മുടെ വെല്ലുള്ളി ഒരെണ്ണം. അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളാണ് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ട നമ്മുടെ സാധനങ്ങൾ. അപ്പോൾ നമുക്കിനി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് പോകാം. നമ്മളിത് അവിടെ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചെറുതായിട്ട് അരിയുന്നുണ്ട്. നമുക്കിത് മുഴുവൻ അരിഞ്ഞെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് പോകുന്നത്. നമ്മുടെ പച്ചക്കറികളൊക്കെ അവിടെ 2 പാത്രത്തിലായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലൊരു പാത്രം നമ്മൾ നേരെ അടുപ്പത്ത് വെച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ക്യാരറ്റും, അതുപോലെ തന്നെ തക്കാളിയും, ഉരുളക്കിഴങ്ങും, ഉള്ളിയും, വാഴയ്ക്കും കൂടി കുറച്ച് വേവ് കൂടുതൽ വേണ്ട സാധനങ്ങളെല്ലാം കൂടി ആദ്യം ഒരു പാത്രത്തിൽ വേവിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ആദ്യം ഈ കാണുന്ന സാധനങ്ങൾ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല പോലെ ഇളക്കിയിട്ട് ഈ കാണുന്ന പച്ചക്കറികൾ മാത്രമാണ് നമ്മൾ ആദ്യ ഘട്ടത്തിലൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ പച്ചക്കറി അടുപ്പത്ത് കിടന്നിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ ഉള്ളൂ നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസും എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കുകയുള്ളൂ. നമ്മുടെ പച്ചക്കറികൾ വേവുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പാത്രം തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതൊന്ന് അടച്ചു വയ്ക്കുക. നമ്മുടെ ആദ്യം നമ്മൾ വേവിക്കാൻ വേണ്ടി ചേർത്ത നമ്മുടെ പച്ചക്കറികളെല്ലാം തന്നെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള പച്ചക്കറികൾ കൂടെ നമ്മളെ വെണ്ടയ്ക്കയും, അതുപോലെ തന്നെ വഴുതിനയും, പച്ചമുളകും, മുരിങ്ങക്കായയും എല്ലാം കൂടെ, കയ്പയും എല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ പുളി ഇതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുളി വേണമെങ്കിൽ 1-2 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പുളി പിഴിയുന്നതിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പുളി ഏകദേശം പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ നമ്മുടെ പച്ചക്കറികളെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവാൻ വേണ്ടി വെക്കുക. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ വെജിറ്റബിൾ എല്ലാം പാത്രത്തിൽ കിടന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് റെഡിയായി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പ്, കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. ആദ്യം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പരിപ്പ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സാമ്പാർ പൊടി, വളരെ കുറച്ച് സാമ്പാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കുകയാണ് വേവാൻ വേണ്ടി. ഇനി ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഗൈസ് നമ്മുടെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളും മസാലയും എല്ലാം കൂടെ അടുപ്പത്ത് കിടന്ന് സെറ്റ് ആവുന്നുണ്ട്. ഇത് പോരാ, ഇത് നല്ല പോലെ എല്ലാം കൂടി ഒന്ന് അടുപ്പത്ത് കിടന്ന് വെന്ത് വരണം. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ സാമ്പാർ ഇതാ നല്ല അടിപൊളിയായിട്ട് അതിലേക്ക് ചേർത്തിട്ടുള്ള എല്ലാ പച്ചക്കറികളും വെന്ത് സെറ്റായി നിൽക്കുന്നുണ്ട്. നമ്മൾ പാത്രത്തിൻ്റെ മൂടി തുറന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങ വറുത്തിട്ട് അത് തണുപ്പിച്ചതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. നല്ല പോലെ അല്ല അടിപൊളിയായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ തേങ്ങ അരച്ച് വെച്ച ആ പാത്രം അതിലേക്ക് കുറച്ചൊന്ന് അതിൽ പിടിച്ച് കിടക്കുന്ന തേങ്ങ ഉണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ വീണ്ടും ഒന്ന് ഇളക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഇവിടെ കിടന്ന് നല്ല പോലെ തിളച്ച് വരണം. ഇനി ബാക്കി നമ്മുടെ പരിപാടികളൊക്കെ ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സാമ്പാർ ഇതാ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ ഈ സാമ്പാർ ഒന്നും വാങ്ങിച്ച് പുറത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ അടുപ്പത്തേക്ക് നമ്മൾ മറ്റൊരു പാത്രം കയറ്റി വെക്കുകയാണ്. നമുക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച്, ഇത് നേരത്തെ നമ്മൾ തേങ്ങ വറുത്ത ചീഞ്ചട്ടി അതേപടി കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളത്. ചീഞ്ചട്ടി അടുപ്പത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊന്നും ചേർത്തിട്ട് വറവിടാം. അപ്പോൾ ഗൈസ് നമ്മുടെ വെളിച്ചെണ്ണ ദാ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ നമ്മുടെ ചുവന്ന മുളക്, കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 6 മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നടു മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ 2 പട്ട കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ വറവൊന്ന് സെറ്റാക്കാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ചെറുതായിട്ടൊന്ന് കളറ് മങ്ങുന്ന വരെ നമ്മൾ ഒന്ന് റെഡിയാക്കാം. കളർ ഏകദേശം മങ്ങി വരുന്നുണ്ട്. നമ്മുടെ വറവും ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ വറവ് നേരെ നമ്മുടെ സാമ്പാറിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ നല്ല അടിപൊളി നമ്മുടെ ഭക്ഷണത്തിന്, നമ്മുടെ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാമ്പാർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. പിന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനുമുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങളെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.